ശ്രീലാളിതനായി കുഞ്ഞാലിക്കുട്ടി 1,71,038 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കുഞ്ഞാലിക്കുട്ടി മലപ്പുറം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടി വിജയിച്ചിരിക്കുന്നു. ആ വിജയം പങ്കിട്ട ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. SRS നമുക്ക് തുടരാം. അതായത് UDFന് പുറത്തെ ഒരു കക്ഷിയുടെയും വോട്ട് ഞങ്ങൾ പിന്തുണയായി അഭ്യർത്ഥിച്ചിരുന്നില്ല, ആരും പിന്തുണയായി പ്രഖ്യാപിച്ചിരുന്നുമില്ല. ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം മാത്രമാണ്. ആ രീതിയിലുള്ള വിലയിരുത്തലിൻ്റെ യുക്തി ഈ ഘട്ടത്തിൽ അല്ല, അതിനകത്തൊന്നും ഇപ്പം നമ്മൾ യുക്തിയും അയുക്തിയൊന്നും അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിജയിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന് ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് UDFനെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കാത്ത പല കേന്ദ്രങ്ങളിൽ നിന്നും അവർക്ക് പിന്തുണ കിട്ടി എന്നുള്ളത് അവർക്കറിയാം. അതവർ പറയുന്നില്ല എന്നേ ഉള്ളൂ. SDPI അതുപോലെ തന്നെ മറ്റേ വേറൊരു സംഘടന ഉണ്ടല്ലോ, വെൽഫെയർ പാർട്ടി, അതുപോലുള്ള മറ്റ് മുസ്ലിം സംഘടനകളുടെ അതാണ് ഇവിടെ മറ്റേ ഗോവിന്ദൻ മാഷ് സൂചിപ്പിച്ചത്. വലിയൊരു ധ്രുവീകരണം രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ BJPയുടെ ത്രട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ LDF ഉള്ളിടത്തോളം കാലം അവർക്കതൊരു വലിയ ത്രട്ടല്ല. അപ്പോൾ ചോദിക്കും UPയിൽ അവർ കൊണ്ടുപോയി വോട്ട് ചെയ്ത് കൊടുത്തില്ലെന്ന്. അതൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളും രാഷ്ട്രീയ നിലപാടുകളും ഒക്കെയാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കേരളത്തിൽ ഇവരെ സംരക്ഷിക്കുന്നൊരു ജനവിഭാഗം ഇവിടെ ശക്തമാണ് എന്നുള്ളത് നല്ലപോലെ അറിയാവുന്നവരാണ്. ആ ജനവിഭാഗത്തിൻ്റെ ഇടയിലേക്ക് ഇവരുടെ ഭാഗത്തു നിന്നുള്ള ആളുകളുടെ ഒരു നുഴഞ്ഞുകയറ്റമെന്ന് ഞാൻ പറയുന്നില്ല. യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നാം ഇപ്പോൾ കാണുന്ന ഈ വോട്ടിംഗ് വ്യത്യാസത്തിലുള്ള പ്രകടമായ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ രാഷ്ട്രീയ വിലയിരുത്തലും അതുതന്നെയാണ്. ഇനിയും കൂടുതൽ മുസ്ലിം ജനവിഭാഗം, അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങൾ, ഇതൊക്കെ തന്നെ ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷ പ്രസ്ഥാനവുമായി സഹകരിക്കുക എന്നുള്ള സമീപനത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഭാവിയിൽ സംഭവിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും. തീർച്ചയായും ശ്രീ ജ്യോതികുമാർ ചാമക്കല, അങ്ങനെ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. വിജയിച്ചതിൻ്റെ അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം തന്നെ ഉള്ള ചില കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. അതായത് കുഞ്ഞാലിക്കുട്ടി എടുത്തു പറയുന്നു രണ്ട് മണ്ഡലത്തിൻ്റെ കാര്യം, പെരിന്തൽമണ്ണയിലും മങ്കടയിലെയും കാര്യം. അവിടെ നേരിയ വിജയം ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ കടന്നുപോയത്, അത് കൂട്ടാനായി എന്നത് വിജയമായി കുഞ്ഞാലിക്കുട്ടി എടുത്തു പറയുന്നു. ഒരു കക്ഷികളും വെൽഫെയർ പാർട്ടിയെയും SDPIയെയും വെൽഫെയർ പാർട്ടിയുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, അവരൊന്നും പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നില്ല. ഇതിൻ്റെയൊക്കെ ഇൻഡയറക്റ്റായ അർത്ഥം അരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യമായതാണ്. ഭൂരിപക്ഷം കുറഞ്ഞതിലെ അസ്വസ്ഥത തന്നെയല്ലേ? അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമല്ലേ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ 7 അസംബ്ലി മണ്ഡലത്തിലും കൂടി ചേർന്ന് 1,18,000 വോട്ട് UDFന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അത് 1,71,000 മാറി. 53,000 വോട്ടിൻ്റെ കൂടുതൽ വന്നിരിക്കുന്നു. ആ കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഏറ്റവും നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലത്തിൽ പോലും ഞങ്ങൾക്ക് വൻപിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഈ 7 നിയോജക മണ്ഡലത്തിലും ഭൂരിപക്ഷം കൂട്ടാൻ കഴിഞ്ഞു എന്നുള്ളത്. അതിലൂടെ 53,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ മുമ്പോട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതും അതിനുശേഷം ശ്രീ വൈക്കം വിശ്വൻ പറഞ്ഞതും ഏറ്റവും അവസാനം മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ പറഞ്ഞതുമൊക്കെ ഇവിടെ കൂട്ടി വായിക്കണം. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ശേഷമുണ്ടായ ഭരണത്തിൻ്റെ വിലയിരുത്തലാണിത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. ഈ ഭരണത്തിൻ്റെ വിലയിരുത്തലാവുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,18,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് ഇപ്പോൾ 1,71,000 വോട്ടിന് ജയിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയും പാർലമെൻറ്റാണെന്ന്. പാർലമെൻ്റ് ആണെങ്കിൽ ഈ പാർലമെൻറ്റിൽ ഇപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ഞാനൊന്ന് പറഞ്ഞിട്ടെ, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ മലപ്പുറം സീറ്റിൻ്റെ ഒരു വിജയം കൊണ്ട് അവിടെ പാർലമെൻറ്റിൽ വലിയ പ്രത്യേക മലപ്പുറം സീറ്റെന്ന് മാത്രമല്ല കേരളത്തിലെ 20 സീറ്റിലും അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായാൽ പോലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് വേറെ വിഷയം. ഇവിടെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ശ്രീ കോടിയേരി ബാലകൃഷ്ണനും ശ്രീ വൈക്കം വിശ്വനും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായിരിക്കുന്നു. 53,000 വോട്ടിൻ്റെ കുറവ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അത് വെച്ചുകൊണ്ട് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൻ്റെ മുഴുവൻ ആനുകൂല്യങ്ങളും ഭരണം മുഴുവൻ സജീവമായി ഉപയോഗിച്ചിട്ട് എല്ലാ മന്ത്രിമാരോടെ ക്യാമ്പ് ചെയ്തിട്ട് എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചിട്ടും അവർക്ക് 53,000 വോട്ടിൻ്റെ കുറവ്
വ്യത്യാസം LDF UDF തമ്മിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. 10 മാസം കൊണ്ട് ഇത്രയും ഉണ്ടായെങ്കിൽ കേരളത്തിലെ ഒരു ഭരണം മാറുന്നതിന് എത്ര ശതമാനം വോട്ടാണ് മാറേണ്ടത് എന്ന് നമുക്കറിയാം. വളരെ ക്ലിയറായി കാര്യങ്ങൾ ജനഹിതം ഈ സർക്കാരിനെതിരായി വന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും BJP നേതാവ് ജോർജ് കുര്യൻ കൂടി നമ്മുടെ ചർച്ചയിലേക്ക് ചേരുകയാണ്. ശ്രീ BJP നേതാവ് ജോർജ് കുര്യൻ, എന്തു പറ്റി BJPക്ക്? അത്ഭുതപ്പെട്ടു പോയി. 65,662 വോട്ടുകൾ മാത്രം. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ 942 വോട്ട് മാത്രമേ നേടാനായിട്ടുള്ളൂ BJPക്ക്. എങ്ങനെ സംഭവിച്ചു ഇത്? വളരെ നന്ദിയുണ്ട് അങ്ങനെ പറഞ്ഞതിന്. കാരണം UP-യിലൊക്കെ കിട്ടിയതുപോലെ തന്നെ BJPക്ക് ഇവിടെ കിട്ടണമെന്നുള്ള തങ്ങളുടെ ആഗ്രഹം, അതിന് നന്ദി പറയുന്നു. പിന്നെ ആദ്യമായിട്ട് ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ ഞാൻ അഭിനന്ദിക്കുക. കാരണം 55 MP-മാരുടെ ലീഡറായിട്ടാണ് അദ്ദേഹം പോകുന്നത്. കോൺഗ്രസിൻ്റെ 44, മുസ്ലിം ലീഗിൻ്റെ 2, LDF-ൻ്റെ 9, അങ്ങനെ 55 MP-മാരുടെ നേതാവായിട്ട് നരേന്ദ്രമോദിക്കെതിരെയാണല്ലോ LDF-ഉം കോൺഗ്രസും ഒക്കെ. കാരണം രാഹുൽ ഗാന്ധി കൊള്ളില്ല എന്ന് കോൺഗ്രസ്സുകാർക്ക് പിടി കിട്ടി. നമ്മുടെ കരുണാകരൻ ആണ് ലോകസഭയിൽ CPM-ൻ്റെ, അതും പോരാ എന്നുള്ളതുകൊണ്ടായിരിക്കണം. മാത്രമല്ല ഇവിടെ കുഞ്ഞാലിക്കുട്ടിക്ക് പിണറായി വിജയൻ്റെ നേരെ ഇരിക്കാനും പറയാനും ഒക്കെ വളരെ ബുദ്ധിമുട്ട്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ എന്തെങ്കിലും പറയാൻ പിണറായി വിജയന് ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള അവസരത്തിൽ നരേന്ദ്രമോദിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി പോകുന്ന അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. പിന്നെ ഈ കൈരളിയോട് എനിക്ക് പറയാനുള്ളത്, മറ്റ് പല ചാനലുകൾ എഴുതി കാണിക്കുന്നത് BJP പരാജയപ്പെട്ടതാണ്. മലപ്പുറത്ത് BJP പരാജയപ്പെട്ടു എന്നാണ് എഴുതി കാണിക്കുന്നത്. അല്ലെങ്കിൽ കൈരളി കുഞ്ഞാലിക്കുട്ടി ജയിച്ചു എന്നാണ് എഴുതി കാണിക്കുന്നത്. 64,000-ത്തേക്കാൾ കുറവാണ്, 65,000 എന്നാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു 1,00,000-ഓളം വ്യാപകമായി പരിഹസിക്കുമ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതായത് നോട്ടയ്ക്ക് 4,098 വോട്ട് നോട്ട് ലഭിച്ചു. അത് 22,000 ഉണ്ടായിരുന്നെന്ന് അറിയാവോ? അതെ, നോട്ടയ്ക്ക് ലഭിച്ചു. ആ ഭൂരിപക്ഷം പോലും നിങ്ങൾക്ക് കൂട്ടാനായില്ല, 952 മാത്രം. അപ്പോൾ പരിഹസിക്കുമ്പോൾ അങ്ങനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ 70% മുസ്ലിം ജനവിഭാഗമുള്ള ആ മണ്ഡലത്തിൽ BJP 40% വോട്ട് പിടിക്കണമെന്നാണ് പറയുന്നത്. അതിനെ ഞാൻ അംഗീകരിക്കുന്നു. ഇനി വേറൊന്ന്, LDF-ന് 3,73,000 വോട്ട് അസംബ്ലിയിലുണ്ടായിരുന്നു. അതിപ്പം 344 കുറഞ്ഞിരിക്കുന്നു. BJPക്ക് 73,000 വോട്ട് അസംബ്ലി ഇലക്ഷനിലുണ്ടായിരുന്നു. അതിപ്പോൾ 65 കുറഞ്ഞിരിക്കുന്നു. BJPയുടെ വലിയ പരാജയമാണ്, ഞാൻ അംഗീകരിക്കുന്നു. പിന്നെ 1,90,95,000 എന്തോ ഉണ്ടായിരുന്നു ഈ അഹമ്മദിന്. അത് 1,71,000 കുറഞ്ഞിരിക്കുന്നു. അതൊന്നും കുറവല്ല. BJP തോറ്റുപോയി. അല്ല, അത് രണ്ടും ഞാൻ പറഞ്ഞു, രണ്ടും പറഞ്ഞു. എല്ലാരും രണ്ടും പറയുന്നു. അതായത് UDF-ന്റെ കുറഞ്ഞ ഞാൻ പറഞ്ഞത്, LDF-ന്റെ എവിടെയാണ് കുറഞ്ഞത്, BJP-യുടെ എവിടെയാണ് കുറഞ്ഞെന്ന് പറഞ്ഞു. ഇതെല്ലാം കുറവാണല്ലോ. പിന്നെ ഈ ഭയത്തെ ഞങ്ങള് ബഹുമാനിക്കുന്നു. BJP-യെ ആവശ്യമില്ലാതെ ഭയപ്പെടുന്നതിന് ഞങ്ങൾ അംഗീകരിക്കുന്നു. കേരളത്തിലെ BJP-യുടെ ഏറ്റവും ദുർബലമായിട്ടുള്ള മണ്ഡലമാണ് മലപ്പുറം. അവിടെ സംഘടനാപരമായിട്ട് വളരെ ദുർബലമാണ് ഉഴവൂർ. അതായത് ഇങ്ങനെയാണ്, 1 കിലോ ബീഫ് ഹലാലായി നൽകാം വിജയിച്ചാൽ എന്ന് വരെ പറഞ്ഞിരുന്ന BJP ഇതാ ഇപ്പോൾ നേതാവ് മാറ്റിയിരിക്കുന്നു. നിങ്ങൾ വെറുതെ ഭയപ്പെടുകയാണ് എന്നാണ് പറയുന്നത്. ശ്രീ ഉഴവൂർ, ഞങ്ങൾ ബീഫിനെ ഒന്നും ഭയപ്പെട്ടിട്ടല്ല. ഇവരുടെ ഈ നിലപാട് മാറ്റം ഒരു കൗതുകമായി തോന്നി എന്നുള്ളത് കൊണ്ട് അത് പറഞ്ഞതാണ്. ഇപ്പം നാഗാലാൻഡിലാണ് തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ BJP-ക്കാർ പ്രത്യേകിച്ചും പറയും, വേണമെങ്കിൽ 2 കിലോ പാമ്പിനെ വീതം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നൽകാൻ തയ്യാറാണ്. അവിടെ പാമ്പിനെയാണല്ലോ കൂടുതൽ കഴിക്കുന്നത്. അങ്ങനെ ഓരോ സംസ്ഥാനത്തും ആ നിലപാടെടുത്തുകൊണ്ട് തന്ത്രപരമായ സമീപനമാണ് അവരിവിടെയും സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും അവർക്ക് ഉദ്ദേശിച്ച പ്രയോജനം കിട്ടിയില്ല. സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് ഈ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്, എന്നാൽ ഈ കേരളത്തിലെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കുമോ? അതുമില്ല. അതാണ് ജോർജ് കുര്യൻ്റെ പാർട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരൊന്ന് ഉറക്കെ ചിന്തിക്കണം. കേരളം ഇപ്പോൾ പിടിച്ചോണ്ട് പോകുമെന്നാണ് ഇന്നലെ അമിത്ഷാ പറഞ്ഞതെങ്കിൽ കേരളത്തിൽ ഇനി ഒരു രക്ഷയില്ല എന്ന് തെളിയിക്കത്തക്ക രീതിയിൽ ഇപ്പോൾ 1000 വോട്ടിനടുത്ത് കൂടുതൽ കിട്ടി എന്നൊക്കെ പറഞ്ഞ് നിൽക്കാം എന്നുള്ളതല്ലാതെ
LDFനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ഒരു ക്ഷീണവും ഇതിൽ വന്നിട്ടില്ല. ഞങ്ങളുടെ പ്രചരണം ഒരു പരിധി വരെ അവിടെ ഏറ്റിട്ടുണ്ട്. എന്നാൽ ഇതും പോരാ, കുറച്ചുകൂടി വേണം. ഏതായാലും അവസാനത്തിലേക്ക് കടക്കുമ്പോൾ ഒരു മെക്സിക്കൻ അപാരത എന്ന മലയാള ചിത്രം പോലെ അവസാന വിജയം LDFിൻ്റേതാകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണം ഞങ്ങൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നടത്തും. അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മലപ്പുറത്തെ നില ഞങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യും. അത് യാതൊരു സംശയമുള്ള കാര്യമല്ല. ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഫലമുള്ള വൃക്ഷത്തിനിട്ടേ കല്ലേറ് വരുള്ളൂ. എല്ലാവരും CPMനിട്ടാണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പിണറായി വിജയനെയാണ് എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത്. പിണറായി വിജയനെ കുന്തൻ ചന്ദ്രാവത്ത് പോലും അറ്റാക്ക് ചെയ്തിട്ട് അതിനെ നേരിട്ട് നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ അതൊക്കെ ചിലപ്പം വേണ്ടി വരും. പക്ഷേ ഞങ്ങൾ അതിലെല്ലാം വിജയിച്ചിരിക്കും, യാതൊരു സംശയവും. എന്തുകൊണ്ടായിരിക്കും? അതായത് നോട്ട രേഖപ്പെടുത്തിയ 4098 വോട്ട് പോലും നോക്കൂ. കഴിഞ്ഞ തവണത്തെ BJP സ്ഥാനാർത്ഥിയിൽ നിന്നും 36,000 വോട്ടാണ് നേടിയത്. അതാണ് 64 കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി നേടിയത്. അവിടെ നിന്നും കേവലം 957, അതായത് 1000 വോട്ട് പോലും തേക്കാൻ BJPക്കായില്ല. നോട്ട രേഖപ്പെടുത്തിയ 4098 വോട്ടാണ്. അതിന്റെ പകുതി പോലും നേടാൻ BJPക്ക് ആകാത്തത് എന്തുകൊണ്ടാണ്? ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്, അതിന്റെ സ്വഭാവം അവ്വിധത്തിലാണ് എന്ന BJP നേതാവിന്റെ വിലയിരുത്തൽ ശരിയാണോ? ഉഴവൂർ. ഒരിക്കലുമല്ല. അവർ പറയുന്ന ന്യൂനപക്ഷങ്ങൾ കണ്ടവാന വോട്ട് അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കാം, പക്ഷേ കേരളത്തിൽ അത് നടക്കുകയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വോട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJPക്കാർ ഇനിയെങ്കിലും ഒരു പാഠം ഉൾക്കൊള്ളണം. അവിടെ മതന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഒരു ലൈൻ സ്വീകരിക്കുക, ഇപ്പുറത്തുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മറ്റൊരു ലൈൻ, ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിലുള്ള ലൈൻ സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ജയിക്കുക. പിന്നെ ഇവരൊക്കെ ഓർക്കണം, ഇപ്പം വലിയ അഹങ്കാരമൊക്കെ പറയുന്നുണ്ടെങ്കിലും 2 MP-മാരുമായി മാത്രം നടന്ന ഒരു കാലഘട്ടമുണ്ട്. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറയുന്നത് പോലെ നരേന്ദ്രമോദിക്കും. അതുകൊണ്ട് ജനങ്ങളുടെ വിധി ഉൾക്കൊള്ളുകയും അല്ലാതെ തൊട്ടതിനൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുക എന്നുള്ള ആ നിലപാട് മാറ്റി ഒരു കുറച്ചുകൂടി മിതമായ നിലയിൽ ഞങ്ങളെ വിമർശിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾക്ക് അവരോട് ആരോടും വ്യക്തിപരമായ യാതൊരു വിരോധമുള്ള കാര്യമല്ല. ഏതായാലും ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ജയിച്ചത് തന്നെ. അതിനിപ്പോൾ കണക്കൊക്കെ പറഞ്ഞ് ഞാൻ തോൽപ്പിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഏതായാലും LDFന് ക്ഷീണമൊന്നും വന്നിട്ടില്ല. LDF മുന്നോട്ട് പോകും, ശക്തമായി മുന്നോട്ട് പോകും എന്ന തെളിവാണ്. ഞങ്ങളൊക്കെ അതിൽ നടത്തിയ പ്രചരണത്തിന് ചെറിയൊരു ഗുണമുണ്ടായി എന്നുള്ളതിലുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. എൻ്റെ ശബ്ദം തന്നെ ഇപ്പോൾ ഇങ്ങനെ പതറിയിരിക്കുന്നത് അവിടെ സംസാരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഇനി ഒന്നുകൂടെ ഈ ശബ്ദമൊക്കെ റെഡിയാക്കി ഞാൻ മലപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോയി രാഷ്ട്രീയ പ്രചരണം തന്നെ അവിടെ മുന്നണിയുടേതായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ സംഭവിച്ചു. ഗവൺമെന്റിനെതിരെ ആണെങ്കിലും എന്തെല്ലാം നുണപ്രചരണമാണ് അവർ നടത്തിയത്. ശ്രീ ചാമക്കാല എന്തോ പറഞ്ഞു, എന്താണ് ചാമക്കാല പറഞ്ഞത്? അല്ല, ഇദ്ദേഹം ഈ പ്രചരണമൊക്കെ നടത്തി ഇവിടുന്ന് അങ്ങോട്ട് പോയി കേരളം വിട്ടങ്ങ് ഗോവയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പുള്ളി മാറിപ്പോരുത് അവിടുത്തെ മുന്നണി ഇവിടുത്തെ മുന്നണിയായിട്ട്. അല്ല, അപ്പൊ എനിക്ക് ഉഴവൂർ വിജയനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. അവരുടെ ഘടകകക്ഷിയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ മോദി പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നൊക്കെ പറയുന്നത് അവിടെ ഒരു ഘടകകക്ഷിയല്ല. അത് ചാമക്കാലയ്ക്ക് അറിയാൻ മേലായിട്ടാണ്. നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് അവിടെ എല്ലാം ഈ സംഭവിച്ചത്. അല്ല, ആയിക്കോട്ടെ. NCPയുടെ MLA ഇപ്പൊ എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. MLA ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. അവിടെ വോട്ട് ചെയ്തിട്ടില്ല. ഞങ്ങള് അവിടെ വോട്ടിംഗ് ഉണ്ടായില്ലല്ലോ. ഞങ്ങളുടെ വോട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളതിന് വിശദീകരണം ചോദിച്ചപ്പോൾ മറുപടി കിട്ടിയിട്ടുള്ളതാണ്. അയാൾ NCP ആയിട്ട് തന്നെ ഉറച്ചു നിൽക്കുക. അദ്ദേഹം NCP ആയിട്ട് ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഏത് മുന്നണിയിലാണ്? സ്വന്തനാണ്. അത് വ്യക്തമായിട്ട് അല്ലെങ്കിൽ ചാമക്കാല അന്വേഷിച്ചു നോക്ക്. അല്ല, അതൊക്കെ വ്യക്തമാവുന്നുണ്ട് അവിടെ. ഞങ്ങൾക്ക് ഒരു മുന്നണിയില്ല. ഞങ്ങൾ NCP ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഒറ്റയ്ക്കാണ്. ശരി, വരുന്ന ആളുകൾ നമുക്ക് കുപ്രചരണം മാത്രമാണ്. നിന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അത് കുപ്രചരണമാണെന്നാ ഉഴവൂർ പറഞ്ഞത്. പരീക്കറിന്റെ കൂടെ നിന്നിട്ടില്ല എന്നാണ് പറയുന്നത്. നിന്നിട്ടില്ല, ആധികാരികമായി പറയുന്നു.
തെളിവുകൾ നിരത്താൻ തയ്യാറാണ്. ഞങ്ങൾ BJPക്ക് അവിടെ വോട്ട് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്തെന്നുള്ളതല്ല, നിങ്ങൾ ഏത് മുന്നണിയിലാണെന്ന് ചോദിച്ചത്. ഉഴവൂരിനോട് എനിക്ക് പറയാനുള്ളത്, പശുമാംസം ഒഴിച്ചുള്ള ബീഫ് കഴിക്കാം, BJP അതിനെ എതിർക്കുന്നില്ല. ഞങ്ങൾ മുന്നണിയില്ല അവിടെ. ഞങ്ങൾ അവിടെ NCP ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഈ കോൺഗ്രസ്സുകാർ കാരണം മുന്നണി ഉണ്ടാകാതിരുന്നത്. അതായത് ശ്രീ ഉഴവൂർ, അതായത് ശ്രീപ്രകാശ് പോട്ടെ, വിഷയം മാറിപ്പോകുന്നു, ഗോവയല്ല, നമുക്ക് മലപ്പുറത്തേക്ക് എത്താം. അതായത് ഉഴവൂർ, അതായത് ബീഫ് രാഷ്ട്രീയമല്ല, പശുവിറച്ചി മാത്രമാണ് തങ്ങൾക്ക് ഹറാം, അതുകൊണ്ട് ഹലാലായ ബീഫ് നൽകാം എന്ന് ശ്രീപ്രകാശ് പറഞ്ഞത് എന്നൊക്കെ മാറ്റി എഴുതുകയാണ് ശ്രീ. അല്ലല്ല, നമ്മുടെ ഉഴവൂർ വിജയനോട് പറഞ്ഞത് ഞങ്ങള് ഈ ഗോഹത്യക്ക് എതിരാണ്, അത് ശ്രീപ്രകാശും പറഞ്ഞിരുന്നു. പക്ഷേ എല്ലാ ബീഫും പശുവിൻ്റെതാണ് എന്നാണ് ഇവിടുത്തെ ബാക്കി പാർട്ടിക്കാർ പറയുന്നത്. അല്ലെങ്കിൽ ബീഫ് എന്ന് പറഞ്ഞാൽ പശു മാത്രമാണ്. ഇവിടെ പോത്തും എരുമയും, കോട്ടയംകാരനാണ് ശ്രീ ഉഴവൂർ വിജയൻ, അദ്ദേഹത്തിന് അറിയാം കോട്ടയംകാർ കഴിക്കുന്നത് 99% പോത്താണ്. അപ്പോൾ അതുകൊണ്ട് NDAയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഏതായാലും ഗോവയിൽ നമ്മൾ ഒരുമിച്ചായല്ലോ, ഈ ഗോമാംസം ഒഴിച്ചുള്ള ബീഫ് കഴിക്കുന്നതിന് BJP എതിരല്ല. കാരണം പോത്തുണ്ട്, അതുപോലെ തന്നെ എരുമയുണ്ട്, അങ്ങനെയുള്ള ഒത്തിരി ബീഫുണ്ട്. ഈ ഗോമാതാവിന്റെ പശുപതി, അതായത് കാളയിറച്ചി, അതെങ്ങനെ ഏത് ഗണത്തിൽ വരും? അല്ല, അത് ഭരണഘടന എഴുതി അംബേദ്കറിനെ ആക്ഷേപിക്കുകയാണ്. അതിവിടെ ഒരു ശ്രമം നടക്കുന്നുണ്ട് കേരളത്തില്. അംബേദ്കറിന് ബോധമില്ലാത്തത് കൊണ്ടാണ് ആർട്ടിക്കിൾ 48 ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അംബേദ്കറിന്റെ 125ാം ജന്മവാർഷികം നടക്കുന്ന ഈ അവസരത്തിൽ അതിനെപ്പറ്റി സെപ്പറേറ്റ് ചർച്ച വേണം. അതുപോലെ ശ്രീ ഉഴവൂറൊക്കെ പറയുന്ന മഹാത്മാഗാന്ധി അമ്മയെ കൊല്ലുന്നതിനെ കഴിഞ്ഞും കുറ്റകരമാണ് പശുവിനെ കൊല്ലുന്നത്. കേരളത്തിൽ ശ്രീ ഉഴവൂരിനറിയാം, പശുവിനെ വളർത്തുന്ന ആരും കശാപ്പിന് കൊടുക്കില്ല. കശാപ്പിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കൊടുക്കില്ല. അത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അത് ഒഴിച്ചുള്ള ബീഫ് നമുക്ക് കഴിക്കാം, എന്താണ് കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഈ മലപ്പുറത്തിന്റെ സാഹചര്യത്തിൽ ഈ മലപ്പുറത്തിന്റെ സാഹചര്യത്തിൽ നമുക്ക് NDA ഇവിടെ വിപുലീകരിക്കാം. കാരണം എപ്പോഴും ഇപ്പൊ ആ ബീഫിന്റെ കാര്യമാണല്ലോ പറയുന്നത്. അതൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം തന്നതിൽ നന്ദി. അല്ല, ഈ മുങ്ങിച്ചാവുന്ന കപ്പലിലേക്ക് ശ്രീ ഉഴവൂർ വിജയനെ പോലുള്ളവർ എടുത്തി ആടൂല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം അല്ല, ഞങ്ങളെ സംബന്ധിച്ച് കണ്ടല്ലോ. സ്വർഗത്തിലേക്ക് പോകും. അല്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ഇന്ന് എന്തായാലും നിങ്ങൾക്ക് അവകാശവാദം പറയാൻ അവകാശം. അവിടെ വരുമ്പോ കുഞ്ഞാലിക്കുട്ടി ലീഡർ, രാഹുൽ ഗാന്ധി അല്ല, കുഞ്ഞാലിക്കുട്ടി ലീഡർ, അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. ഒപ്പം 55 MP-മാരുടെ ലീഡറായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിക്ക് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ വേണ്ടി ശക്തനായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിക്ക് എല്ലാ ആശംസകളും രാഹുൽ ഗാന്ധി. ഇന്നത്തെ പരാജയത്തിൽ നിങ്ങൾക്ക് സ്ഥലജല വിഭ്രാന്തി സംഭവിച്ചു, അത് നിൽക്കട്ടെ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം പറയട്ടെ, നിങ്ങൾ പറഞ്ഞപ്പോൾ നമ്മളാരും വിട്ടില്ലല്ലോ. നിങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളാരും സംസാരിച്ചല്ലോ. ഇവിടെ അങ്ങ് വന്ന ഉടനെ പിന്നെ കോൺഗ്രസിനെ കുറ്റം പറയുന്നത് എല്ലാവരും കുറ്റം പ്രചരിച്ച നല്ല കാര്യം. ഇന്നത്തെ ദിവസത്തേക്കെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചൂടെ? ഇന്നൊരു ദിവസം അല്ല, ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ അങ്ങ് ഇത്ര അസ്വസ്ഥനാവുന്ന എന്തിനാ? പരാജയമാണെന്ന് ആദ്യം അംഗീകരിക്കുക. ഞാൻ പറഞ്ഞു തീരട്ടെ. ഞാൻ പറഞ്ഞു തീരുമ്പോൾ വികാരാധീനാവും, അവിടെ നിൽക്കൂ. പിന്നെ ഇന്നത്തേക്കെങ്കിലും പരാജയമാണ് സമ്മതിക്കുക. കാരണം നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. ദേശീയ നേതൃത്വത്തോട് ഇനി മറുപടി പറയേണ്ടി വരും ഇത്രയും വിഷയങ്ങൾക്ക്. കാരണം നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിലൂടെ 12 സീറ്റ് പിടിക്കാനിരുന്ന 20-ൽ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അത് നിങ്ങൾ ദേശീയ നേതൃത്വത്തോട് മറുപടി വേണം, നിങ്ങളുടെ ഇന്റേണൽ പൊളിറ്റിക്സ്. ഇവിടെ ഇന്നത്തെ ദിവസം അസംബ്ലിയിൽ ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ UDF-ന് ഇപ്പോൾ വോട്ട് കൂടിയിരിക്കുന്ന 53,000. അത് വരുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് വോട്ടെടുക്കുന്നു. തിരിച്ചപ്പുറത്ത് LDF-നെ അതുപോലെ തന്നെ പറയും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന വോട്ട് ഇങ്ങനെ അതായത് കഴിഞ്ഞ പ്രാവശ്യം മൊത്തം വോട്ട് പോളിംഗ് ചെയ്തത് 8,53,000 വോട്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പോളിംഗ് നടന്നത് അല്ലെങ്കിൽ കൗണ്ടിങ് നടന്നത് 9,36,000 വോട്ടാണ്. എല്ലാം കൂടെ ചേർന്ന് നോട്ടയുടെ കഴിഞ്ഞ പ്രാവശ്യം 24,000 വോട്ടുണ്ടായിരുന്നു. അത് പോയി. ഒപ്പം 1,60,000 വോട്ട് SDP-യുടെയും അല്ലെങ്കിൽ പിന്നെ വെൽഫെയർ പാർട്ടിയുടെയും പുതുതായി വന്ന 80,000 വോട്ടുകൾ ഉൾപ്പെടെ 1,60,000 അങ്ങനെ വന്നു. 15,000 വന്നു. 1,75,000 1,80,000 വോട്ട് പുതുതായിട്ട് വന്നിട്ട് പോലും നിങ്ങൾക്ക് 900 വോട്ടാണ് കൂടുതലായി ലഭിച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിജയം, നിങ്ങളുടെ പുരോഗതി, നിങ്ങളുടെ പ്രവർത്തനത്തിലെ മികവ്, നിങ്ങൾ എങ്ങോട്ടാണ് ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ നിങ്ങൾ ഇപ്പോൾ ഇത് പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിയെക്കുറിച്ചൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങളുടെ മുന്നണിയുടെ ലീഗിൻ്റെ വിജയമാണ്, ശരിയാണ്, UDF-ൻ്റെ വിജയമാണ്, ലീഗിൻ്റെ വിജയമാണ്, കോൺഗ്രസിൻ്റെ വിജയമാണ്. നിങ്ങളുടെ NDA ഘടകകക്ഷിയുടെ ഒരു നേതാവാണ്, എത്രയോ പ്രാവശ്യം അമിത്ഷായെ ഉൾപ്പെടെ കാണാൻ പോയിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ഈ ചാനലിലൂടെ ഞാൻ ഇട്ടിരിക്കുമ്പോൾ തന്നെ എന്തെല്ലാം പ്രസ്ഥാനങ്ങൾ അദ്ദേഹം നടത്തിയത്, അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം BJP-യുടെ ചില നിലപാടുകൾക്കെതിരായിട്ടാണ് ഘടകകക്ഷിയായ
എന്താ അവരുടെ പേര്, പിന്നെ BDJS-ന്റെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇക്കാര്യത്തിനകത്ത് നിങ്ങളുടെ പരാജയം, സമ്പൂർണ്ണ പരാജയം ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത് ഒരുപക്ഷെ BJPക്ക് മാത്രമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയെങ്കിലും ഉണ്ടാകുന്നത് നന്നായി. ജോർജ് കുര്യൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കൂടി ഞാൻ ആഡ് ചെയ്യാം. താങ്കളുടെ പ്രതികരണം സമഗ്രമാകാം. അതായത് BDJS നേതാവ് വെള്ളാപ്പള്ളി നടേശൻ, അതായത് നിങ്ങളുടെ സഖ്യകക്ഷിയായ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അല്പം മുമ്പ് പീപ്പിൾ TVയിലൂടെ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് LDF അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു, പിന്നെ UDFന് ജയിക്കാനായി, പക്ഷേ ഒരു നേട്ടവും ഉണ്ടാക്കാത്തത് BJP ആണ്. അവിടുത്തെ ഹിന്ദു വോട്ടുകൾ പോലും ഏകീകരിക്കാൻ BJPക്കായില്ല. വൻ പരാജയമാണ് BJPക്ക്. അതിനുള്ള ഒരു മറുപടി വെള്ളാപ്പള്ളിക്ക് മറുപടി. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് കേരളത്തിലെ വളരെ സീനിയർ ആയിട്ടുള്ള ലീഡറാണ്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ്റെ കാലഘട്ടത്തിലും അദ്ദേഹം BJPയെ വളരെ ശക്തമായിട്ട് വിമർശിച്ചിരുന്നു. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് തുറക്കില്ല എന്നൊക്കെ അദ്ദേഹം വിമർശിക്കുകയും ഉപദേശിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം വഴക്ക് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ആ അർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഉപദേശം, അദ്ദേഹത്തിൻ്റെ ശാസന, അതെല്ലാം കേരള രാഷ്ട്രീയത്തിൽ ആ അർത്ഥത്തിൽ എടുക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത് LDFോ UDFോ അല്ല. അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപദേശം ഞങ്ങൾ ഉൾക്കൊള്ളും, അദ്ദേഹത്തിൻ്റെ വിമർശനം ഉൾക്കൊള്ളും, അദ്ദേഹത്തിൻ്റെ ശാസന ഞങ്ങൾ ഉൾക്കൊള്ളും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം SRS അതായത് കണ്ടോ, വെള്ളാപ്പള്ളി നടേശനെ എതിർക്കാനാകുന്നില്ല, പേടിയുണ്ട്. അതായത് ഇവിടെ തിരുവനന്തപുരം, തൃശ്ശൂർ, അങ്ങനെ എണ്ണി അമിത്ഷാ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ കുറേ മണ്ഡലങ്ങളുടെ പേര് പറഞ്ഞു. തൃശ്ശൂർ, തിരുവനന്തപുരം, ഞാൻ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത്രയേറെ കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷെ അതൊക്കെ ഇന്ന് പോയി കാണും അല്ലേ? അതെ, തിരുവനന്തപുരത്ത് മൂന്നാമതെത്തിയ കക്ഷിയാണ് ചോദിക്കുന്നത്. എങ്ങനെ നിങ്ങളുടെ ആത്മവിശ്വാസം ഇപ്പൊ കൂടിയില്ലേന്ന്? അവിടെ തോറ്റിരിക്കും. അവിടെ BJP ആണ് തോറ്റത്, മലപ്പുറത്ത് LDF അല്ല. മലപ്പുറത്ത് BJP ആണ് തോറ്റിരിക്കുന്നതെങ്കിലും തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്ത് വന്ന BJPയുടെ തോൽവിയുടെ ആഘാതം കേരളത്തിലെ BJPയുടെ ഇന്നത്തെ അവസ്ഥയും ദേശീയ തലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥയും ഒരുപോലെയാണ്. ഇപ്പോ ദേശീയ തലത്തിലെ ആം ആദ്മി പാർട്ടിയെയും കേരളത്തിലെ BJPയെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ കൃത്യമായി. കാരണം ഇവിടെ എന്ന് കാണിക്കാം. കാരണം ആം ആദ്മി പാർട്ടിയും BJPയും ഞാൻ പറഞ്ഞ വളരെ ക്ലിയർ ആണ്. ദേശീയ തലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥയും കേരളത്തിലെ BJPയുടെ അവസ്ഥയും ഏകദേശം ഒന്നുപോലെ ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞ ശ്രീ ജോർജ് കുര്യൻ, ഞാൻ കണക്കുകൾ വെച്ചെന്ന് പറയാം. നിങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് 14.something വോട്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അസംബ്ലി ആയപ്പോൾ നിങ്ങൾ മുന്നണി ആയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 15% വോട്ടാണ്. നിങ്ങൾക്ക് 1% താഴെ വോട്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായത്, മുന്നണി ഉൾപ്പെടെ ഉണ്ടായപ്പോൾ. ദേശീയ നേതൃത്വത്തിലുള്ള മുഴുവൻ മന്ത്രിമാരും, മുഖ്യമന്ത്രിയും, പ്രധാനമന്ത്രിയും, പാർട്ടി പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ വന്ന് പ്രചാരണം നടത്തിയിട്ട് നിങ്ങൾക്ക് 1% താഴെ വോട്ടാണ് കൂട്ടാൻ കഴിഞ്ഞത്. അവിടെ എത്തിയപ്പോൾ തന്നെ നിങ്ങളുടെ സ്റ്റാഗ്നേഷൻ പോയിന്റ് എത്തിയെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിങ്ങൾ മുന്നണി ഉണ്ടാക്കുന്നേ. ഞാൻ പറഞ്ഞു തരട്ടെ, ഒരാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ജോർജ് കുര്യൻ, നിങ്ങൾ ഇച്ചിരി സംയമനം പാലിക്കൂ. നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങൾ തന്നെ അസ്വസ്ഥനാവുന്നേ. പറയാം. അപ്പോൾ നിങ്ങൾക്ക് 15% വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ വോട്ടിൽ നിന്ന് നിങ്ങൾ ഇനി ഡിക്ലൈനിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് രാഷ്ട്രീയ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനിയിപ്പോ എന്ത് പറയാം, ഞാൻ അതാ പറഞ്ഞത്. നിങ്ങൾക്ക് ഇന്നത്തെ വോട്ടിംഗ് നിലവാരവും ഇന്നത്തെ കൗണ്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതല്ല അത് കാര്യം അറിയാം. മൊത്തം കൺട്രോൾ വിട്ടിരിക്കുക, പരിപൂർണമായ കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുക. പറ്റില്ല. അതിനകത്ത് ഇപ്പൊ കൺട്രോൾ പോയിരിക്കുന്നു. ആ കൺട്രോൾ പോയിരിക്കുമ്പോൾ നിങ്ങൾ ആത്മസംയമനം പാലിക്കണം. അല്ല, പ്രവചനം അംഗീകരിക്കുന്ന പാർട്ടിയാണ് എല്ലാവരും ആക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങളൊന്നും ജ്യോതിഷത്തിൽ പോകുമല്ലോ, പക്ഷെ നിങ്ങൾ ജ്യോതിഷം പറയുന്നു. ജ്യോതിഷം എന്നല്ല പറഞ്ഞത്, ഞങ്ങൾ സ്ഥിരമായ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. കണക്ക് വെച്ചെന്ന് പറയൂ. കോൺഗ്രസിന്റെ കണക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ മുന്നണി ജയിച്ചത്. ഞങ്ങൾ മുന്നണി ജയിക്കുകയും ചെയ്തത്. അഖിലേന്ത്യാ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും അവിടെയാണ് പ്രശ്നം. അവിടെ കോൺഗ്രസ് അസംബ്ലിയിലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എത്ര കിട്ടിയത്? എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തരം മുട്ടുമ്പോ ഇങ്ങനൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങളായി കാണുക. അതായത് ഒരു കാര്യം, ഈ BJPയുടെ ജില്ലാ കമ്മിറ്റി വരെ മുമ്പോട്ട് വെച്ചത് സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരെത്തണം, മത്സരിക്കണമെന്നാണ്. BJPയുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ എന്തെങ്കിലും പരാജയമുണ്ടോ? ശോഭാ സുരേന്ദ്രനെ പോലെ പ്രമുഖർ, പക്ഷെ അത് സംസ്ഥാന കമ്മിറ്റിയുടെ ലെവലിലേക്കും അതിന് മേളിലോട്ടും ഒക്കെ വന്നപ്പോൾ അത് അട്ടിമറിക്കപ്പെട്ടു. ഒരുപക്ഷെ ഈ പരാജയം ആ BJPയുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ പ്രശ്നങ്ങളുമായി കൂട്ടി വായിക്കണോ?
അല്ല, സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങളും കുറച്ചൊന്ന് കൂട്ടി വായിക്കേണ്ടി വരും. BJP എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ആ പാർട്ടി ഒറ്റക്കെട്ടല്ല. അപ്പോൾ ചോദിക്കുക എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടാണോ? അല്ല. ഇനി അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോൾ മോദിയുടെ ഒരു മേൽക്കൈ നിൽക്കുന്നത് കൊണ്ട് അവിടെ വേറെ അസ്വാരസ്യങ്ങളൊന്നും നാം കേൾക്കുന്നില്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് പൊതിഞ്ഞ് പുറത്തേക്ക് വരുന്നില്ല. അത് വളരെ വേഗം തന്നെ സംഭവിക്കും. വളരെ വേഗം സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇപ്പോൾ കേരളത്തിലെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവർ BJPയുടെ നേതൃത്വം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഇവിടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റ് വരെ അവർ നേടും എന്നാണ്. അതിനൊക്കെ കാണുന്ന ഘടകകക്ഷികൾ ആരൊക്കെയാണെന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ. ഒരു ഘടകകക്ഷി ഇവിടെ ഈ TV-യിൽ വന്നിരുന്ന് പറഞ്ഞു ഒരു നേട്ടവും BJPക്ക് ഉണ്ടായില്ല എന്ന് പറഞ്ഞ ആ ഘടകകക്ഷികളെ പോലുള്ള ആളുകളാണ് ഇതിനകത്തുള്ളത്. ഇതൊക്കെ ഘടകകക്ഷികളുടെ ഭിക്ഷാന്തേഹികളാണ്. സ്ഥാനമാനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ആടിനെ ഇല കാണിച്ച് കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടക്കുന്നു. എത്ര വർഷമായി ഈ VDJസിനായിട്ട് നടക്കണേ? എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ അവർക്ക്? അപ്പോൾ ഇതെല്ലാം അസംതൃപ്തിയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഫ്ലൈറ്റിന്റെ കാശ് നഷ്ടമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ഡൽഹി പോയാൽ അത് ആ സെയിം വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പറയുന്നതിനകത്തൊക്കെ നല്ല മറ്റേ അർത്ഥങ്ങളുണ്ടാവും. അത് ശരിയായിരിക്കും, അതിലൊന്നും എനിക്ക് സംശയമില്ല. അത് തന്നെയാണ് സംഭവിച്ചത്. ആ സംഭവം കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്റ്റാഗ്നേഷൻ പോയിൻ്റാണ് ഈ പറഞ്ഞത്. ഏത് 15%. അതിനപ്പുറത്തേക്കൊന്നും പോകാൻ സാധിക്കില്ല ആ പാർട്ടിക്ക്. തീർച്ചയായും ശ്രീ ജ്യോതികുമാർ ചാമക്കല, അതായത് താങ്കൾക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അതായത് UDFൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയം ഒരു പക്ഷേ അംഗീകരിക്കപ്പെടാവുന്നതാണ്. LDFൻ്റെ ഇത്തരത്തിലുള്ള ഒരു നേട്ടം, BJPയുടെ ഈ പരാജയം നോക്കൂ. BJP ഉയർത്തിയിരുന്നത് പോലെ ന്യൂനപക്ഷ രാഷ്ട്രീയം, ന്യൂനപക്ഷ വർഗീയത ഒക്കെ വല്ലാതെ കേന്ദ്രീകരിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ പക്കലുള്ള വോട്ടുകളെ കൂടുതൽ ശക്തമാക്കാനുള്ള സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുണ്ടായില്ല എന്നതാണ് മലപ്പുറത്തിൻ്റെ പ്രത്യേകത. BJP മലപ്പുറത്തെ സംബന്ധിച്ച് എന്തെല്ലാം മാർഗം ഉപയോഗിക്കാമോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് പെർസെൻറ്റേജ്, ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പെർസെൻറ്റേജ് വൈസ് 3 ടൈംസ് ഞങ്ങൾക്ക് കൂട്ടാൻ കഴിയും, 3 ഇരട്ടി ഞങ്ങൾക്ക് ഇത് കൂട്ടാൻ കഴിയും എന്നാണ് അവർ അവസാനം വരെയും പറഞ്ഞിരുന്നത്. ഇന്ന് രാവിലെ 1,20,000 വോട്ട് വരെ പോവും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അത്രയും പോയില്ലെങ്കിലും ഇപ്പോൾ പെർസെൻറ്റേജ് വൈസ് എടുത്താൽ കൂടിയിട്ടേ ഇല്ല, കുറവാണ്, ഒരുപാട് കുറവാണ്. കാരണം 1,80,000 വോട്ടുകൾ മൊത്തത്തിൽ പുതുതായി വന്ന 80,000 വോട്ട് കൂടിയപ്പോൾ തന്നെ അതിനകത്ത് നിന്ന് അത് മാത്രം കണക്കിലെടുത്താൽ 80,576 വോട്ടാണ് പുതുതായി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതലായി ഇപ്രാവശ്യം പോൾ ചെയ്യപ്പെട്ടത്. അതെടുത്താൽ അതിൽ 957 വോട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിനകത്ത് തികഞ്ഞില്ല. അപ്പോൾ അതിനകത്ത് എവിടെയാണ് അവരുടെ വിജയം? ഒരു ശതമാനം നോക്കിയാൽ താഴോട്ടാണ്, മുകളിലോട്ടൊന്നല്ല, എത്തിയ സ്ഥലത്ത് പോലും എത്തിയില്ല, താഴോട്ടാണ് പോയിരിക്കുന്നത്. അത് വസ്തുതയാണ്, അത് മനസ്സിലാക്കണം. അത് രാഷ്ട്രീയമാകുമ്പോൾ പരാജയവും വിജയവും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ BJP അധികാരത്തിൽ നിൽക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു പിന്നെ വിഭ്രമം അതിങ്ങനെ നിൽക്കുകയായിരുന്നു. ആ തലത്തിൽ നിന്ന് ആ ദേശീയ നേതൃത്വവും അവരുടെ പിന്തുണയും കേരളത്തിൽ 12 സീറ്റ് പിടിക്കാൻ പോകുന്നു, 20 സീറ്റ് പിടിക്കാൻ പോകുന്നു, അസംബ്ലി പറഞ്ഞു പരാജയപ്പെട്ടു, പോട്ടെ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് അടുത്ത പാർലമെൻറ്റിലേക്ക് ഞങ്ങൾ പിന്നെ ഭുവനേശ്വരി കൂടി തീരുമാനിക്കുന്നു, കേരളം മൊത്തം പിടിച്ചടക്കി എന്നൊക്കെ പറയുമ്പോൾ മിനിമം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കത് പറയാമായിരുന്നു. പക്ഷേ ഒരു സംശയം കൂടി, അതായത് BJPയുടെ നമുക്കറിയാം അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എങ്ങനെയാണ് നീങ്ങുന്നത്. മലപ്പുറത്ത് നോക്കൂ, ഇങ്ങനെ വിജയിക്കാനായി ഈ രീതിയിലേക്കാണ് കാര്യം. ബാക്കിയുള്ളിടത്തൊക്കെ ഈ രീതിയിൽ BJPക്ക് അനുകൂലമായി കാര്യങ്ങൾ എത്തിക്കണം എന്ന ഒരു രാഷ്ട്രീയം കൂടി മറ്റുള്ള മണ്ഡലങ്ങളിൽ ഉള്ള തീവിറകായി ഇതിനെ കാണുന്നു. ഒരിക്കലുമില്ല, ഒരിക്കലും കേരള രാഷ്ട്രീയത്തിൽ ഇത് പ്രായോഗികമല്ല. അപ്പോൾ അവർ ഏറ്റവും എടുത്തു കാണിക്കാൻ പോകുന്നത് എന്താണ്? ഞങ്ങൾ O രാജഗോപാലിനെ വിജയിപ്പിച്ചു. ഇദ്ദേഹം കോട്ടയം ജില്ലക്കാരനാണല്ലോ. അവിടെ നിന്ന് നേരത്തെ പേര് ഞാൻ മറന്നു, 90s ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട് കോട്ടയത്ത് നിന്ന്, ഇപ്പോൾ പൂഞ്ഞാറിൽ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പോലും ജയിച്ച് പാരമ്പര്യമുള്ള കേരളത്തിൽ ഒരു BJPക്ക് ഒരു MLA ജയിച്ചു എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിലൊരു മാറ്റത്തിൻ്റെ തുടക്കമൊന്നുമായിട്ട് ഞങ്ങളാരും കാണുന്നില്ല. കാരണം അദ്ദേഹം കഴിഞ്ഞ എല്ലാ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നു, എല്ലാ അസംബ്ലിയിലും മത്സരിക്കുന്നു, എല്ലാ പാർലമെൻറ്റിലും മത്സരിക്കുന്നു, അവസാനം അദ്ദേഹം ജയിച്ചു. അദ്ദേഹത്തിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല, നല്ല പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം ഒരിക്കൽ ജയിച്ചു, കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹം ജയിച്ചു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾ എങ്ങനെയാണെന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം. ഏതായാലും BJPക്ക് കേരളത്തിൽ സ്റ്റാഗ്നേഷൻ പോയിന്റ് ആണെന്ന് മാത്രമല്ല ഡിക്ലൈൻ ആരംഭിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് പറഞ്ഞെങ്കിൽ അത് വസ്തുതകളാണ്, ആ പറഞ്ഞത് കാര്യകാരണ സഹിതമാണെന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ്. പക്ഷേ മലപ്പുറത്തെ പോലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിൽ
സംബന്ധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ BJP-യുടെ ഈ താഴോട്ടുള്ള പോക്കാന്ന് വരച്ച് അല്ല, ഒരു കാര്യമുണ്ട് അങ്ങനെ പറയുന്നത്. ഞാൻ പറയുന്നത് മലപ്പുറം ഇന്നും ഇന്നലെ ഉണ്ടായതല്ലോ. മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് വോട്ട് കിട്ടിയിട്ടുള്ള 2004 85,618 വോട്ട് ശ്രീമതി KP ഉമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 85,000. അത് മണ്ഡലം മാറിയിട്ടുണ്ട്, കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതെ, പഴയ മഞ്ചേരി മണ്ഡലത്തിൽ 85,618 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ നിന്ന് മാറിയിട്ട് BJP-ക്ക് കിട്ടിയ വോട്ട് അരവിന്ദനിലേക്ക് എത്തിയപ്പോൾ 36,000 ആയി. ഇപ്പോൾ കഴിഞ്ഞ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു മാറ്റവും ഇല്ലാത്തത് മഞ്ചേരി ഇപ്പോൾ നടക്കുന്ന മലപ്പുറം മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 2014 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അതേ സ്ഥാനാർത്ഥി അതേ മണ്ഡലത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ മത്സരിക്കുമ്പോൾ അന്ന് കിട്ടിയത് 64,705 വോട്ടാണെങ്കിൽ ഇന്ന് 975 വോട്ട് കൂടുതൽ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ ടോട്ടൽ വോട്ടിന്റെ കാര്യത്തിൽ 87,576 പുതിയ വോട്ടുകളും വന്നിരിക്കുന്നു. അപ്പോൾ അതിന് അടിസ്ഥാനമാക്കി അസ്വസ്ഥനാണ് ശ്രീ PK ഫിറോസ്, ലീഗ് നേതാവ് PK ഫിറോസ്. വിജയിച്ചിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടി, UDF വിജയിച്ചിരിക്കുന്നു മലപ്പുറത്ത്. PK ഫിറോസ്, ടിവിയുടെ വോളിയം കുറച്ച് ദയവായി ഫോണിൽ. തീർച്ചയായും ഉജ്ജ്വലമായ വിജയമാണ് UDF-ന് മലപ്പുറത്ത് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണത്തെക്കാളും വലിയ ഭൂരിപക്ഷം ഉണ്ടായി, അല്ലെങ്കിൽ കൂടുതൽ വോട്ട് കിട്ടി എന്ന് പറയുന്നത് എന്ത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം 2014 കണക്കുമായിട്ടാണ് നിങ്ങൾ താരതമ്യം ചെയ്യുന്നതെങ്കിൽ 2014 2017 തമ്മിൽ ഏതാണ്ടല്ല 1,14,975 വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. 2014 11,09,778 വോട്ടാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2017 13,12,693 വോട്ടുണ്ട്. 1,14,000 വോട്ട് കൂടുതലാണ്. അപ്പോൾ 2016 ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ട് എത്രയാണ്? 2016 ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ട് 3,73,329 എന്നാൽ ഇപ്പോൾ എത്ര വോട്ടാണ് അവർക്ക് കിട്ടിയത്? 3,44,287 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഭരണത്തിൻ്റെ വിലയിരുത്തലാകും എന്നുള്ളത് വാദം ഇപ്പോഴും അവർ അംഗീകരിക്കുന്നുവെങ്കിൽ ഇടതുപക്ഷത്തിന് 33,000 വോട്ട് കുറഞ്ഞു. ഇനി BJP-യുടെ കാര്യമോ? BJP-ക്ക് 2016 കിട്ടിയ വോട്ട് 73,447 അവർക്ക് 65,662 കുറഞ്ഞു. BJP-ക്കും വോട്ട് കുറഞ്ഞു. UDF-നോ? UDF-ന് 2016 കിട്ടിയ വോട്ട് 4,92,575 വോട്ടാണ്. അത് 5,15,325 ഉയർന്നു. അപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ എന്ന് പറഞ്ഞാൽ ആ വോട്ടും ഇപ്രാവശ്യത്തെ ടോട്ടൽ വോട്ടും തമ്മിൽ 2,000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2014 നിങ്ങൾ താരതമ്യം ചെയ്യുന്നെങ്കിൽ 1,00,000 പരം വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാനത്തിൽ തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച മാനിഫെസ്റ്റോക്കുള്ള അംഗീകാരമാണ്. രണ്ട് കാര്യമാണ്. ഒന്ന്, ദേശീയ രാഷ്ട്രീയത്തിൽ BJP-ക്കെതിരായി, മോദി ഗവൺമെൻറ്റിനെതിരായി കേരളത്തിലെ സെക്കുലർ കൺസോൾട്ടേഷൻ, മതേതര വോട്ടുകളുടെ ഒരു ഏകീകരണമുണ്ടായി. ആ ഏകീകരണം UDF-ന് അനുകൂലമായി ഇൻ്റർനാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിക്ക് മാത്രമേ BJP-യെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന UDF-ൻ്റെ മാനിഫെസ്റ്റോക്കുള്ള അംഗീകാരമായി. രണ്ടാമത്തത് UDF-ൻ്റെ മാത്രമല്ല, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പോലും പറഞ്ഞ വാക്കുകൾ കണക്കിലെടുത്താൽ ഇടതുപക്ഷ ഭരണത്തെ ജനങ്ങൾ വിലയിരുത്തിയപ്പോൾ ഇടതുപക്ഷത്തിനെതിരായി ജനങ്ങൾ വിധിയെഴുതി. ഈ രണ്ട് തരത്തിലും UDF-ന് അനുകൂലമായ ഒരു വിധിയെഴുത്താണ് ഇപ്പോഴുണ്ടായത്. എന്ത് കണക്കുകൾ പറഞ്ഞാലും ആ കണക്കുകൾ മുഴുവനും UDF-ന് അനുകൂലമാണ്. ഈ ജനവിധി UDF-നുള്ള അംഗീകാരമാണ്. ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും കേരള രാഷ്ട്രീയത്തിലാണെങ്കിലും UDF-നെ ജനങ്ങൾ അംഗീകരിച്ചു. UDF പറഞ്ഞ കാര്യങ്ങൾക്ക് ജനങ്ങൾ അംഗീകാരം നൽകി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകുന്നത്. തീർച്ചയായും. ശ്രീ ഉഴവൂർ വിജയൻ, ഇങ്ങനെയാണ് BJP-യുടെ വല്ലാത്ത തകർച്ച, ഒപ്പം LDF-ന്റെ തോൽവി, UDF-ന്റെ നേട്ടം, ഇതാണ് ലീഗ് നേതാവ് ഫിറോസ് ഫോക്കസ് ചെയ്തത്. എത്രത്തോളം യാഥാർത്ഥ്യമാണ്, വസ്തുതാപരമായി ശരിയാണ്, പ്രായോഗിക തലത്തിൽ പരിശോധിക്കാവുന്നതാണിത്? ഉഴവൂരിൻ്റെയും ഫോൺ ഇല്ല എന്ന് തോന്നുന്നു. ശ്രീ ജോർജ് കുര്യൻ, താങ്കളിലേക്ക്. അതായത് കാര്യം എന്ത് പറഞ്ഞാലും BJP-യുടേതൊരു തോൽവിയാണ്. 1,20,000 പോട്ടെ, 90,000 പോലും എത്താനായില്ല, പോട്ടെ 80,000 പോലും എത്താനായില്ല 64-ൽ നിന്ന്. അതൊരു പരാജയമല്ലേ? എന്തുകൊണ്ടാണ്
അത് സംഭവിച്ചത്? സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നമാണോ? 1,20,000-വും 1,00,000-വും ഇങ്ങനെ കണക്കുകൾ താങ്കളടക്കമുള്ള BJP നേതാക്കന്മാർ പറഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ് വോട്ട് കൂടും എന്നാണ് പറഞ്ഞത്. അത് 957 എത്രയായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞും 64,070 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതിപ്പോൾ 65,662 ആയിട്ടുണ്ട്. അതാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവിടെ കുഞ്ഞാലിക്കുട്ടി ജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ആവേശത്തോടു കൂടി UDF-കാരും LDF-കാരും പറയുന്നത് മലപ്പുറത്ത് BJP തോറ്റു എന്നാണ്. ഇങ്ങനെയുള്ള പ്രചരണത്തിൽ നിന്നാണ് BJP എന്നും ജയിച്ചിട്ടുള്ളത്. BJPക്ക് ഊർജം കിട്ടുന്നത് ഇവിടെ നിന്നാണ്. കാരണം ഇവിടെ പറഞ്ഞു, ഇവിടെ അവരെല്ലാം പോയി, അവർ പറഞ്ഞു ഇവിടെ BJP വിജയിക്കില്ല. എന്തായിരുന്നു പറഞ്ഞിരുന്ന? ഭാരതത്തിൽ BJP ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്നാണ് ഞങ്ങളൊക്കെ കേട്ടോണ്ടിരുന്നത്. അതിനുശേഷം പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ BJP വരില്ല എന്ന് പറഞ്ഞു. കർണാടകത്തിൽ വന്നു. കർണാടകത്തിൽ വന്നപ്പോൾ പറഞ്ഞു കേരളത്തിലെ അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ലേ. AK ആന്റണിയെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞത് ബാങ്കിൽ അക്കൗണ്ട് തുറക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്, ചർച്ചയിൽ തന്നെ പറഞ്ഞത്, ഇത് എഴുതി കാണിക്കേണ്ടത് മലപ്പുറത്ത് BJP തോറ്റു എന്നാണ്. കാരണം തീർച്ചയായിട്ടും ജനങ്ങൾ BJP ആഗ്രഹിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ BJP കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടിയിരിക്കുന്നു, കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 65,000 വോട്ട് കിട്ടിയാൽ പോരാ എന്നൊരു തോന്നൽ മൊത്തത്തിലുണ്ട്. കാരണം മലപ്പുറം പോലെയുള്ള ഏറ്റവും ദുർബലമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. മലപ്പുറം ലോക്സഭാ മണ്ഡലമാണ് കേരളത്തിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള, സംഘടനാപരമായിട്ട് ദുർബലമായിട്ടുള്ള ഒരു മണ്ഡലം. അവിടെ നിന്ന് മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള അവസരത്തിലാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഏതാണ്ട് LDF UDF മത്സരമായിട്ട് വരുന്ന അവസരത്തിലാണ് ഈ ദാദ്രി സംഭവം വരുന്നത്. എന്തൊരു ആക്രമണമായിരുന്നു. BJP ഇതോടുകൂടി കേരളത്തിൽ തീർന്നു എന്നായിരുന്നു. ഞങ്ങൾ ആശയപരമായിട്ടുള്ള നിലപാട് ഞങ്ങൾ ഉറച്ചു നിന്നു. ഈ ഗോഹത്യയ്ക്ക് ഞങ്ങൾ എതിരാണെന്ന് പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടി ബീഫ് മേള നടത്തി. കോട്ടയം CMS കോളേജിൽ അവിടുത്തെ SFIക്കാർ പ്രിൻസിപ്പളിൻ്റെ തലയിലേക്ക് ഒഴിച്ച ബീഫ് അദ്ദേഹത്തിൻ്റെ ദേഹത്താണ് വീണത്. ഞങ്ങൾ പറഞ്ഞു ഇവിടെ സസ്യഭുക്കുകളുണ്ട് കേരളത്തിൽ എന്ന് പറഞ്ഞു. എന്താണ് ഉണ്ടായത്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ 8 പഞ്ചായത്തുകൾ ഞങ്ങൾ അധികാരത്തിൽ വന്നു. അതിൽ 5 പഞ്ചായത്തും മാർക്സിസ്റ്റ് പാർട്ടിക്ക് പരമ്പരാഗതമായിട്ട് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 5-ൽ നിന്ന് 35 വാർഡിലേക്ക് ജയിച്ചു. അതിൽ 21 വാർഡും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് പിടിച്ചെടുത്തത്. കോൺഗ്രസിൽ നിന്ന് 10 സീറ്റാണ് പിടിച്ചെടുത്തത്. അതുപോലെ തന്നെ ശിവൻകുട്ടിയുടെ കോട്ടയായിരുന്ന നേമത്ത് നിന്ന് ഞങ്ങൾ ജയിച്ചു. ആശയപരമായിട്ടുള്ള ഞങ്ങളുടെ ആ നിലനിൽപ്പ്, അല്ലെങ്കിൽ ഞങ്ങൾ ആശയപരമായിട്ട് പ്രചരണം നടത്തിയത് കൊണ്ടാണ്. അത് ഞങ്ങളുടെ മേൽ ആരോപിച്ചുണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ LDF UDF എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തു പോകുമായിരുന്നു. BJPയിലേക്ക് ചർച്ച വരില്ലായിരുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും BJPയിലേക്ക് ചർച്ച വന്നു. BJPയെ ഇല്ലാതാക്കാമെന്നുള്ള മോഹത്തിലായിരിക്കാം. പക്ഷേ BJP അവിടെ വളരുകയാണ് ഉണ്ടായത്. അസംബ്ലിയിൽ നമുക്ക് ഒരു സീറ്റുണ്ടായി. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഈ ഇവിടുത്തെ കക്ഷികളുടെ ഭയം, ഈ നമ്മുടെ BDJS-ഉമായിട്ട് സഖ്യമുണ്ടാക്കി കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ. അത് കഴിഞ്ഞുണ്ടായ ബജറ്റിൽ തോമസ് ഐസക് 15 പ്രാവശ്യം ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറഞ്ഞു. അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കക്ഷിയാണെങ്കിൽ ഒരു വിരോധവും ഇല്ല. കാരണം BJPയിലേക്ക് ശ്രീനാരായണീയരുടെ വോട്ട് പോകരുത്, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി. അതുപോലെ ഈ ബജറ്റിൽ അതിന് തൊട്ട് മുമ്പ് MT വാസുദേവൻ നായരുമായിട്ട് ഡീമോണിറ്റൈസേഷൻ്റെ ഒരു ചർച്ചയിൽ ഉണ്ടായതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ബജറ്റിൽ 8 പ്രാവശ്യം MT വാസുദേവൻ നായരുടെ പേര് പരാമർശിച്ചിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ശക്തി. ഇങ്ങനെയാണ് അഖിലേന്ത്യാ തലത്തെ ഞങ്ങൾ വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എഴുതി കാണിക്കേണ്ടത്, പറയേണ്ടത് മലപ്പുറത്ത് BJP പരാജയപ്പെട്ടു എന്നാണ്. പല ചാനലുകളും അങ്ങനെയാണ് എഴുതി കാണിക്കുന്നത്. LDF പരാജയപ്പെട്ടു. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ UDF-ന്റെ വിജയം, LDF-ന്റെ നേട്ടം, BJPയുടെ പരാജയം. ഈ അവസ്ഥയിൽ നിന്നാണ് അഖിലേന്ത്യാ തലത്തിൽ BJP വിജയിച്ചിട്ടുള്ളത്. 2-ൽ നിന്ന് BJP 282 ആയിട്ടുള്ളത്. ശൂലം കൊണ്ട് നടന്ന് ഗർഭിണിയുടെ വയറ് പിളർത്തുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ളത് ഈ അവസ്ഥയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ രീതിയിലേക്ക് തന്നെ ചർച്ച പോകണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പുനഃപരിശോധന നടത്താനും ആത്മപരിശോധന നടത്താനും എങ്ങനെ കൂടുതൽ ശക്തി ആർജിക്കാനും സാധിക്കും എന്നുള്ള പാതയിലേക്ക് ഞങ്ങളെ നയിക്കാൻ ഇങ്ങനെയുള്ള ചർച്ച. അതാണ് ശ്രീ ഉഴവൂർ ഈ പറയുന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതായത് മലപ്പുറത്തെ ഈ വിജയം, മുസ്ലിം ലീഗിന്റെ വിജയത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഊർജമായി ഏറ്റെടുക്കും. ഈ മലപ്പുറത്തെ ഒരു വിറകുതടിയായി ഞങ്ങൾ മറ്റുള്ളിടത്തേക്ക് ഞങ്ങളുടെ ഊർജം പകരാൻ ഉപയോഗിക്കും എന്ന BJPയുടെ അർത്ഥമാണ് ഈ പരിഹാസത്തിൽ ഒളിഞ്ഞിരിപ്പുള്ളത്. ശ്രീ ഉഴവൂർ.